കോഴിക്കോട് മാലാപ്പറമ്പിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലായി. പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്രൈവറായ പെരുമണ്ണ സ്വദേശി സീനിയർ CPO ഷൈജിത്ത്, കുന്നമംഗലം പടനിലം സ്വദേശി CPO സെനിത്ത് എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരിയിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. താമരശ്ശേരിയിലെ ആൾപ്പാർപ്പില്ലാത്ത വീടിന്റെ മുകൾ നിലയിലാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കേസിലെ ഒന്നാം പ്രതിയായ ബിന്ദുവിന്റെ ഭർത്താവ് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഒളിവിൽ കഴിയാൻ പുതിയ സ്ഥലം തേടി പോകുന്നതിനിടെയാണ് പിടിയിലായത്. നടക്കാവ് പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പോലീസുകാരെ കസ്റ്റഡിയിലെടുത്തത്. മലപ്പറമ്പിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈജിത്തിനെയും സെനിത്തിനെയും പ്രതി ചേർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബിന്ദുവിനെതിരെയുള്ള മറ്റൊരു പരാതിയിൽ 2022 മെഡിക്കൽ കോളേജ് പോലീസ് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ഈ സമയത്ത് ആരോപണ വിധേയരായ പോലീസുകാർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് അറിയുന്നത്. സെക്സ് റാക്കറ്റിലെ പ്രധാന പ്രതികളുമായി പോലീസുകാർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. പ്രധാന പ്രതികളുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതോടെയാണ് പോലീസുകാർ കുടുങ്ങിയത്. നടത്തിപ്പുകാരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം വന്നതായും കണ്ടെത്തിയിരുന്നു.